ഹലോ, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 വർഷം യൂസ് ചെയ്ത ഗ്യാസിൻ്റെ ബർണറാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങളുടേത് എത്ര പഴയതാണെങ്കിലും ഇതുപോലെ ഫോളോ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്യേണ്ട ബർണർ അതിൽ വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. നല്ല പോലെ വെട്ടി തിളക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയ ഒരു നാരങ്ങയുടെ പകുതി നീരാണ്. നാരങ്ങാനീര് മുഴുവനായി പിഴിഞ്ഞെടുത്തതിന് ശേഷം നാരങ്ങയുടെ ആ തോട് കളയാതെ ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഏത് ഉപ്പായാലും മതി. ഞാനിപ്പോൾ വലിയ മൂടിക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ കറ പോകാനൊക്കെ ബെസ്റ്റാണ് ഉപ്പ്. ഈ 2 ചേരുവകൾ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ മാറ്റി വെക്കണം. ഈ ബർണറും നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതുപോലെ ഈ ടീസ്പൂണ് ഇത് കുറേ കാലമായിട്ട് ഈ ടീസ്പൂണിലുള്ള കറയാണ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തന്നെ ഒരുപാട് ബ്ലാക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. സ്പോഞ്ചിൻ്റെ കൂടെ ഉണ്ടാകുന്ന സ്ക്രബ്ബർ ആയാലും മതി കേട്ടോ. ഇത് ഞാൻ പകുതി കളഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി ഈ 2 ബർണറും കൂടെ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഉരച്ചെടുക്കാം. ഇത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒന്നും ചേർക്കണ്ട കേട്ടോ. ജസ്റ്റ് സ്ക്രബ്ബർ വെച്ച് ഉരച്ചാൽ തന്നെ ഇത് നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതുപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരും പോവില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതോടെ ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മുടെ സ്പൂണൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ.